മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ആചാരവും ജാതിയും മതവും ഒക്കെ പഠിപ്പിക്കുകയും അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്ന അവസ്ഥ തികച്ചും പരിതാപകരമാണ്. ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങ് നോർത്തിലോ ഒന്നുമല്ല, ഇവിടെ ഈ കേരളത്തിലാണെന്നതാണ് യഥാർത്ഥത്തിൽ വിഷമകരമായ വസ്തുത. കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. കായക്കുടി പഞ്ചായത്തിന് കീഴിലുള്ള നെടുമണ്ണൂർ LP സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. സ്കൂളിൽ പൂജ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ 2 റൂമുകളിലായാണ് ഇത്തരത്തിൽ ഗണപതി ഹോമം നടത്തിയത്. അതിലൊരു റൂം എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്ററുടെ ആണ്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞ പ്രദേശവാസികളൊക്കെ തന്നെ സ്ഥലത്തെത്തുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ഉണ്ടായി. കൂടാതെ CPM പ്രവർത്തകരും ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തി പ്രതിഷേധിച്ചിരുന്നു. തൊട്ടിൽപ്പാലം പോലീസിന്റെ കീഴിലാണ് ഈ പ്രദേശം വരുന്നത്. പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്നൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. സ്കൂൾ മാനേജർ അരുണയുടെ മകൻ രുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലൊരു പൂജ സംഘടിപ്പിച്ചത്. CPM പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ സ്കൂളിലെത്തിയുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി ആ ഒരു രംഗം ശാന്തമാക്കിയെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് CPM-ഉം അതുപോലെ തന്നെ DYFI-യും ഒക്കെ അറിയിക്കുകയും ഉണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ അസാധാരണമായി വെളിച്ചവും വാഹനങ്ങളും കണ്ട നാട്ടുകാരാണ് സ്ഥലത്തെത്തി പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഗണപതി ഹോമം നടക്കുന്നതായി മനസ്സിലാക്കിയത്. പിന്നാലെ CPM പ്രവർത്തകരെത്തി പൂജ തടയുകയായിരുന്നു. കൂടുതൽ നാട്ടുകാരും എത്തി പ്രതിഷേധിച്ചതോടെയാണ് സംഭവം സംഘർഷത്തിൽ കലാശിച്ചത്. ഹോമകുണ്ടവും പൂജാ സാമഗ്രികളും ഒക്കെ സ്ഥലത്തു നിന്ന് ഇവർ എടുത്തു മാറ്റുകയുണ്ടായി. ഇതേ തുടർന്ന് പൂജ നടത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. സ്കൂൾ മാനേജറായിരുന്നു കസ്റ്റഡിയിലെടുത്തിരുന്നത്. ശേഷം പ്രിവെന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ വിട്ടയക്കുകയുമായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം സ്കൂളിൽ നടന്നു എന്ന വിവരം സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലൊരു സംഭവം നടന്നതായി അവിടെ ജോലി ചെയ്തിരുന്ന ടീച്ചർക്കോ മറ്റ് അധികൃതർക്കോ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അവരുടെ മൊഴി. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഹോമം നടത്തിയത് എന്ന കാര്യത്തിൽ ഇവർ വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ അതേസമയം മഹാനവമിയോട് അനുബന്ധിച്ച് സാധാരണ സ്കൂളുകളിൽ പൂജ നടത്താറുണ്ടെന്നും അത് മുടങ്ങിയതിനാലാണ് പകരം ഗണപതി ഹോമം നടത്തിയതെന്നുമായിരുന്നു ഈ ഒരു സംഭവത്തിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഇതാദ്യമായല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അത് പുറം ലോകം അറിഞ്ഞും അറിയാതെയും പല സ്കൂളുകളിലും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള പൂജകളും മറ്റും നടക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. അത് വലിയ വിവാദവും വാർത്തയും ഒക്കെ ആയിരുന്നു. സമൂഹത്തിന്റെ രൂപീകരണത്തിന് വിദ്യാർത്ഥികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളാണ് ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുക എന്ന് പറയുന്നത് തികച്ചും ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശാസ്ത്രം ഇത്രത്തോളം വളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ കണ്ടുപഠിക്കുന്ന അല്ലെങ്കിൽ കണ്ടു വളരുന്നത് ഇത്തരത്തിലുള്ള ഹോമങ്ങളും ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ഒക്കെ ആണെങ്കിൽ അത് തീർച്ചയായും ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്.